Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. ക്രിസ്മസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നോ? നന്നായിരുന്നു മാം. കേക്കൊക്കെ മുറിച്ചോ? ട്രിപ്പ് പോയോ? എവിടെയെങ്കിലും എന്താണ്? ഇല്ല, ട്രിപ്പ് ഒന്നും പോയില്ല. ട്രിപ്പ് ഒന്നും പോയില്ല അല്ലേ? കേക്ക് മുറിച്ചിട്ടില്ല. ട്രിപ്പൊക്കെ പോയി. ഓക്കെ. ഞാന് ഫസ്റ്റ് മൊഡ്യൂളില് 3rd ചാപ്റ്റർ കഴിഞ്ഞു. ഇപ്പൊ 4th ചാപ്റ്റർ ആണ് എടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ. അഫ്സീന, ടെക്സ്റ്റ് ബുക്ക് കിട്ടിയോ എല്ലാവർക്കും? കിട്ടാത്തവരുണ്ടോ? കിട്ടിയിട്ടില്ല മാം. കിട്ടിയിട്ടില്ല. ഇല്ല. ഓർഡർ കൊടുത്തിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. മോക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ? ആ ചെയ്യുന്നുണ്ട് മാം. ഉണ്ട് മാം, ഉണ്ട്. കിട്ടുന്നുണ്ടോ? ആ ചിലപ്പോഴൊക്കെ 5-ൽ 3, 4 ആവാറുണ്ട്. ചിലപ്പോഴൊക്കെ ഫുൾ മാർക്ക് കിട്ടാറുണ്ട്. ആ അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? ഓർമ്മയുണ്ടാവും? കഴിഞ്ഞ മട്ടേ മിഡ്-സൈസ്ഡ് ഹോസ്പിറ്റലിന്റെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു പറഞ്ഞത്. അതിൽ മിഡ്-സൈസ്ഡ് ഹോസ്പിറ്റൽ ആണ് എടുത്തത് ലാസ്റ്റ്. മിഡ്-സൈസ്ഡ് ഹോസ്പിറ്റൽ കംപ്ലീറ്റ് ചെയ്തു അല്ലേ? ഓക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, അടുത്തത് ലാർജ് ഹോസ്പിറ്റൽ റീഡ് ചെയ്യും കേട്ടോ. ടെക്സ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ, കുറച്ച് പേർക്കെങ്കിലും കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് റീഡ് ചെയ്യാൻ പറയുന്നേ. മൈക്ക് ഓഫ് ആക്കുവാണ്. ടെക്സ്റ്റ് കിട്ടുമോ നിങ്ങൾക്ക്? ഈ ആഴ്ച തന്നെ കിട്ടുമായിരിക്കും. കാണാൻ പറ്റുന്നില്ലേ? PDF കാണാൻ പറ്റുന്നില്ല? ലാർജ് ഹോസ്പിറ്റൽസ് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. വായിച്ചു കഴിഞ്ഞോ? ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. ലാർജ് ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുതാണോ വലുതാണോ? സ്മോൾ ഓർ ലാർജ്? വലുതല്ലേ? ബിഗ് ആണല്ലേ? ഓക്കെ.
Hospitals with more than 100 beds are recognized as large hospitals. Very often these hospitals offer multiple specialty and super specialty services. Large hospitals have plentiful resources to handle large number of patients and complex health issues. They typically have completely developed ICU, operation theatre complex, emergency care units, and all other clinical support units such as laboratory and radiology. Okay. So, ചിലവരുടെയൊക്കെ ടെക്സ്റ്റില് ഒരു ലബോറട്ടറി ഉണ്ടാവുള്ളൂ, ഒരു ലബോറട്ടറി മതി കേട്ടോ. 2 ലബോറട്ടറി നമ്മുടെ PDF-ൽ കൊടുത്തിട്ടുണ്ട്, അതിന്റെ ആവശ്യമില്ല, ഒരു ലബോറട്ടറി മതി. ഓക്കെ. അപ്പോ 100 ബെഡ്സിലും കൂടുതലുള്ള ഹോസ്പിറ്റലുകളെയാണ് നമ്മൾക്ക് ലാർജ് ഹോസ്പിറ്റൽ എന്ന് പറയാനായിട്ട് സാധിക്കുക. ഒരു ഹോസ്പിറ്റലില് 100-ൽ കൂടുതൽ കിടക്കകൾ ഉണ്ടെങ്കിൽ, മോർ ദാൻ 100 ബെഡ്സ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ലാർജ് ഹോസ്പിറ്റൽ എന്ന് വിളിക്കാവുന്നതാണ്. ഇനി ഈ ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് ഇവിടെ നൽകുന്ന പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസ് ആണ് നൽകുന്നത്. എന്താണ് മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാല്? മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി എന്താ? പലതരത്തിലുള്ള വിഭാഗങ്ങൾ ഉണ്ടാവില്ലേ, ഡിപ്പാർട്ട്മെന്റുകള്. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയിട്ടില്ലേ? എന്താണ് അവിടെ കാണാൻ സാധിക്കുന്നത്? പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ അവിടെ ഉണ്ടാകും അല്ലെ. നമുക്ക് ഓർത്തോപീഡിക്സ് വിഭാഗം ഉണ്ടാകും, സ്പെഷ്യാലിറ്റി ആണ് അല്ലെ. അതുപോലെ തന്നെ ഒഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകും, ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകും, അതുപോലെ തന്നെ നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകും. അങ്ങനെ പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ നമുക്ക് എവിടെ കാണാം? ഈ ഒരു ലാർജ് ഹോസ്പിറ്റലിൽ കാണാം. അപ്പോ മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി സർവീസസ് ആര് തരുന്നുണ്ട്? ഈ ഒരു ലാർജ് ഹോസ്പിറ്റൽ തരുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു ടേം അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്, സൂപ്പർ സ്പെഷ്യാലിറ്റി. എന്താണ് സൂപ്പർ സ്പെഷ്യാലിറ്റി? അതായത് ഒരു വിഭാഗത്തിന് തന്നെ പലതരത്തിലുള്ള സർവീസുകൾ അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു പേഷ്യന്റിനെ നടുവേദനയായിട്ട് ഒരു ലാർജ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്ന് വിചാരിക്കുക. ഓക്കെ, അവിടെ ചെന്നു ഒരു ഡോക്ടറെ കണ്ടപ്പോൾ ആ ഡോക്ടർ പറഞ്ഞത് ഇവിടെ പലതരത്തിലുള്ള വിഭാഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. നടുവേദനയാകുമ്പോൾ നമുക്കറിയാലോ ഓർത്തോപീഡിക് വിഭാഗത്തിലേക്കാണ് കൊണ്ടുപോവുക അല്ലെ. അപ്പൊ ഓർത്തോപീഡിക് വിഭാഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, ഇവിടെ പലതരത്തിലുള്ള വിഭാഗങ്ങൾ ഉണ്ട്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇത് കാണിക്കാവുന്നതാണെന്ന് പറഞ്ഞു. പക്ഷെ കുറച്ചും കൂടി ബെറ്റർ എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹോസ്പിറ്റലിൽ കാണിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലതെന്ന് പറഞ്ഞു. അപ്പോ ഓർത്തോപീഡിക്സിൽ തന്നെ ഓർത്തോപീഡിക് സർജറി നടത്തുന്ന വിഭാഗമുണ്ട്, അതുപോലെ തന്നെ ഓർത്തോപീഡിക്സ് കൈകാര്യം ചെയ്ത വിഭാഗമുണ്ട്, അതുപോലെ തന്നെ നെർവുമായി ബന്ധപ്പെട്ട ഓർത്തോപീഡിക്കിന്റെ വിഭാഗമുണ്ട്. അപ്പോ ആ ഓർത്തോപീഡിക്കിൽ തന്നെ എന്തുണ്ട്, പലതരത്തിൽ എന്തുണ്ട്, നമുക്ക് ഡിപ്പാർട്ട്മെന്റുകൾ കാണാനായിട്ട് സാധിക്കും. അപ്പോ ഒരു സർവീസ് തന്നെയാണ് കൊടുക്കുന്നത്, അതിന് പല പല വിഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. വേറൊരു എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം, അത് നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാവും. സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അതായത് കണ്ണുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും അസുഖം വരുവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് പോകുന്നത് കണ്ണാശുപത്രിയിലേക്കാണ് അല്ലെ. അല്ലെ, ഐ ഹോസ്പിറ്റലിലേക്കല്ലേ നമ്മൾ പോവാ, ആണോ? നിങ്ങൾ അവിടേക്കല്ലേ പോവാ? അപ്പൊ നമ്മള് പോകുന്നത് ഒരു ലാർജ് ഹോസ്പിറ്റലാണെന്ന് വിചാരിക്കുക. അപ്പൊ അവിടെ കണ്ണുമായി ബന്ധപ്പെട്ട് മാത്രമാണ് അവിടെ കെയർ കൊടുക്കുന്നത്. ഒഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റ് മാത്രമാണ് ആ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നത്. പക്ഷെ പലതരത്തിലുള്ള സർവീസസ് ഉണ്ട്. ഇപ്പൊ കണ്ണിന്റെ പ്യൂപ്പിള് അതുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന സർവീസുകൾ ഉണ്ട്, കണ്ണിന്റെ ലെൻസുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന സർവീസ് ഉണ്ട്. അതായത് ആ ഒരു ഒഫ്താൽമോളജിയിൽ തന്നെ ആ കണ്ണുമായി ബന്ധപ്പെട്ട് കണ്ണിന്റെ പല ഘടകങ്ങള് എന്തൊക്കെയാണോ നമ്മുടെ കണ്ണിലുള്ളത് അതുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന ചികിത്സകൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നു. ഇതിനെയാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ?
അപ്പൊ മൾട്ടി സ്പെഷ്യാലിറ്റി സർവീസും സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസും എവിടെയാണ് അവൈലബിൾ ആവുക? അത് ലാർജ് ഹോസ്പിറ്റലിലാണ് അവൈലബിൾ ആവുക. ഓക്കെ. ഇനി അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, ഇവിടെ ധാരാളമായിട്ട് റിസോഴ്സുകൾ ഉണ്ട്. അതായത് കുറേയധികം റിസോഴ്സസ്, അതായത് കുറേയധികം എക്യുപ്മെന്റുകൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. രോഗികൾ വരുമ്പോൾ അവരുടെ രോഗത്തിനനുസരിച്ച് എന്താണോ അവർക്ക് ചികിത്സിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉപകരണങ്ങൾ ഇവിടെ കാണാം. അതുപോലെ തന്നെ കുറേയധികം പേഷ്യൻസിനെ കാണാൻ പറ്റും. നമ്മൾ സ്മോൾ ഹോസ്പിറ്റലിലും മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലിലും കണ്ട പേഷ്യൻസിനേക്കാളും ഇരട്ടി പേഷ്യൻസിനെ അവിടെ കാണാം, ലാർജ് ഹോസ്പിറ്റലിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ പേഷ്യൻസ് വരുന്നത് പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂ ആയിട്ടാണ്. അപ്പോ അറ്റ് എ ടൈം ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഡിസീസസിനെ ട്രീറ്റ് ചെയ്യാനും ലാർജ് ഹോസ്പിറ്റലിന് പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് ICU. ഓക്കെ, അതായത് ഒരു എന്താ പറയാ ഭയങ്കര അത്യാധുനിക രീതിയിലുള്ള ഇന്റൻസീവ് കെയർ യൂണിറ്റ് നമുക്ക് ലാർജ് ഹോസ്പിറ്റലിൽ കാണാൻ സാധിക്കും. പിന്നെ ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് കാണാൻ പറ്റും. ഓപ്പറേഷൻ തിയേറ്റർ അല്ല, ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് തന്നെ ഇവിടെ കാണാം, ലാർജ് ഹോസ്പിറ്റലിൽ കാണാം. പിന്നെ എമർജൻസി കെയർ യൂണിറ്റ് ഉണ്ട്, ക്ലിനിക്കൽ സപ്പോർട്ടിന് വേണ്ടി ലബോറട്ടറിയും റേഡിയോളജി ഡിപ്പാർട്ട്മെന്റും ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്, ലാർജ് ഹോസ്പിറ്റല് പ്രവർത്തിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയുമാണ് ലാർജ് ഹോസ്പിറ്റലിനെ കുറിച്ച് പറയാനായിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ആ ലെവൽ ഓഫ് കെയർ ഒന്ന് റീഡ് ചെയ്തോളൂ കേട്ടോ. അത് മൂന്നും റീഡ് ചെയ്യണം കേട്ടോ. പ്രൈമറി കെയറും സെക്കൻഡറി കെയറും ടെർഷറി കെയർ.
ഓക്കെ, വായിച്ചവര് തമ്പ് ചെയ്യാട്ടോ. അപ്പൊ ലെവൽ ഓഫ് കെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? പരിചരണത്തിന്റെ അടിസ്ഥാനത്തിൽ കേട്ടോ, കൊടുക്കുന്ന കെയർ അഥവാ പരിചരണത്തിന്റെ അടിസ്ഥാനത്തില്. തേർഡ് വൺ കാണുന്നില്ലേ? വിദ്യ വായിച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു, കൊടുക്കുന്ന പരിചരണം അല്ലെങ്കിൽ കെയറിന്റെ അടിസ്ഥാനത്തില് ഹോസ്പിറ്റലുകളെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. അനദർ ബേസിസ് ഓഫ് ക്ലാസിഫൈങ് ഹോസ്പിറ്റൽ ഈസ് ലെവൽ ഓഫ് കെയർ. മറ്റൊരു തരത്തില് ഹോസ്പിറ്റലുകളെ ലെവൽ ഓഫ് കെയറിന്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. വിച്ച് ആർ ബേസിക്കലി 3. അത് 3 തരത്തിലാണ് ഉള്ളത് കെയറിന്റെ അടിസ്ഥാനത്തില്. 1 പ്രൈമറി കെയർ, 2 സെക്കൻഡറി കെയർ, 3 ടെർഷ്യറി കെയർ. ഓക്കെ, അപ്പൊ ലെവൽ ഓഫ് കെയറിന്റെ അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റലുകളെ പ്രൈമറി കെയർ എന്നും സെക്കൻഡറി കെയർ എന്നും ടെർഷ്യറി കെയർ എന്നും 3ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതിൽ ആദ്യത്തേതാണ് പ്രൈമറി കെയർ. ഇപ്പൊ എന്താണ് പ്രൈമറി കെയർ? പ്രൈമറി കെയറിന്റെ മലയാളം എന്താ? പ്രൈമറി കെയറിന്റെ മലയാളം മീനിങ് അറിയാമോ? പ്രാഥമിക പരിചരണം എന്നാണ് കേട്ടോ. പ്രാഥമിക പരിചരണം. പ്രാഥമിക പരിചരണം. അപ്പൊ നമുക്ക് നോക്കാം. The hospital that provide basic medical care such as outpatient consultation, vaccination, medicine for simple ailment or seasonal infection, normal deliveries, etc. are called the primary care hospitals. In government system, primary health centers, PHC, are the hospitals that provide primary care. Primary care hospitals are a simple organization with limited resources. So primary care hospitals എന്ന് പറയുന്നത് അവിടെ നമുക്ക് കിട്ടുന്നത് ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ കെയർ ആണ്. ഓക്കെ, അതായത് അടിസ്ഥാനപരമായിട്ടുള്ള എന്താ പറയാ വൈദ്യ പരിചരണമാണ് അവിടെ കിട്ടുന്നത്. പ്രൈമറി കെയർ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അതില് ഒന്ന് വരുന്നത് ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ ആണ്. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതായത് പുറത്തുനിന്ന് രോഗികൾ വരികയും ഡോക്ടറെ കാണുകയും മരുന്ന് മേടിക്കുകയും തിരിച്ചു പോവുകയും ചെയ്യുന്നതാണ് ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ പ്രൈമറി കെയർ ഹോസ്പിറ്റൽ നൽകുന്ന ഒരു മെഡിക്കൽ സർവീസിൽ ഒന്നാണ് ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ. രണ്ടാമത്തത് വാക്സിനേഷൻ കൊടുക്കുന്നുണ്ട്. എങ്ങനെയാ? അതായത് നമുക്കറിയാം, നവജാത ശിശുക്കൾക്ക്, ന്യൂ ബോൺ ബേബീസ്, അതുപോലെ പ്രഗ്നന്റ് ലേഡീസ്, ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്കൊക്കെ കറക്റ്റ് സമയത്ത് എന്ത് ചെയ്യണം? വാക്സിനേഷൻ എടുക്കണം, അല്ലെ? എടുക്കണ്ടേ? ഗർഭിണികൾക്കും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കും. അപ്പൊ അത്തരത്തില് വാക്സിനേഷൻ പോലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പ്രൈമറി കെയർ ഹോസ്പിറ്റല് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സിമ്പിൾ എയിൽമെന്റ്. സിമ്പിൾ എയിൽമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുരുതരമല്ലാത്ത രോഗങ്ങൾ കേട്ടോ. അതായത് മാരകമല്ലാത്ത സിമ്പിൾ ആയിട്ടുള്ള രോഗങ്ങളില്ലേ, പെട്ടെന്ന് മാറുന്ന അസുഖങ്ങളൊക്കെ ഇല്ലേ, അതിന് മെഡിസിൻ കൊടുക്കുന്നു. എവിടെ? പ്രൈമറി കെയർ ഹോസ്പിറ്റലിൽ. അതുപോലെ തന്നെ സീസണൽ ഇൻഫെക്ഷൻ, അതായത് നമുക്കറിയാം മഴക്കാലത്തൊക്കെ പെട്ടെന്ന് പനിയൊക്കെ വരുമല്ലേ നമ്മുടെ ഇവിടങ്ങളിലൊക്കെ.
മഴക്കാലത്ത്, മഞ്ഞുകാലത്ത്, വേനൽക്കാലത്ത് പല അസുഖങ്ങളും നമുക്ക് വരാം. അതിനെയാണ് സീസണൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള സീസണൽ ഇൻഫെക്ഷന് മരുന്ന് കൊടുക്കുന്നതും പ്രൈമറി കെയർ ഹോസ്പിറ്റലാണ്. ഓക്കെ. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത, നോർമൽ ഡെലിവറീസ്, അതായത് സാധാരണ പ്രസവങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതും പ്രൈമറി കെയർ ഹോസ്പിറ്റലിലെ ഡ്യൂട്ടീസിൽ വരുന്നതാണ്. ഓക്കെ. അപ്പോ ബേസിക് മെഡിക്കൽ കെയർ സർവീസ് ആണ് ആര് കൊടുക്കുന്നത്? പ്രൈമറി കെയർ ഹോസ്പിറ്റൽ നൽകുന്നത്. അതിനകത്ത് വരുന്നതാണ് ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷനും വാക്സിനേഷനും സിമ്പിൾ എയ്ഡ്മെന്റിന് അല്ലെങ്കിൽ സീസണൽ ഇൻഫെക്ഷൻ ഉള്ള മരുന്നുകൾ കൊടുക്കുന്നത്, നോർമൽ ഡെലിവറി അറ്റൻഡ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഇത്തരത്തിലുള്ള സേവനങ്ങൾ കൊടുക്കുന്ന ഹോസ്പിറ്റൽസിനെ നമുക്ക് പ്രൈമറി കെയർ ഹോസ്പിറ്റൽസ് എന്ന് വിളിക്കാം. ഓക്കെ. ഇനി ഇൻ ഗവൺമെന്റ് സിസ്റ്റം, നമ്മൾ ഗവൺമെന്റ് സിസ്റ്റത്തിൽ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് അഥവാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളാണ് എന്ത് കൊടുക്കുന്നേ? പ്രൈമറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. നമ്മൾ മുകളിൽ പല പോയിന്റ്സും പറഞ്ഞു അല്ലെ, കുറേയധികം കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ അത് കൊടുക്കുന്നത് ആരാണ്? ഗവൺമെന്റ് സിസ്റ്റത്തിൽ. നമ്മൾ ഗവൺമെന്റ് സിസ്റ്റത്തിൽ നോക്കുവാണെങ്കിൽ ആരാ അത് കൊടുക്കുന്നേ? PHC അഥവാ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ആണ് ഇത്തരത്തിലുള്ള പ്രൈമറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലുകൾക്ക് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ പ്രൈമറി കെയർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ്. വളരെ ലളിതമായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് ഇത് പ്രൈമറി കെയർ ഹോസ്പിറ്റൽ. മാത്രമല്ല വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്, പ്രൈമറി കെയർ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? എളുപ്പമല്ലേ? ഓക്കെ. ഇനി നമുക്ക് അടുത്തത് നോക്കാം, സെക്കൻഡറി കെയർ. എന്താണ് സെക്കൻഡറി കെയറിന്റെ മലയാളം? സെക്കൻഡറി കെയറിന്റെ മലയാളം ഒന്ന് ടൈപ്പ് ചെയ്യാമോ ആരെങ്കിലും? നമ്മള് പ്രൈമറി കെയർ പറഞ്ഞു, പ്രാഥമിക പരിചരണം എന്ന് പറഞ്ഞു. അപ്പൊ സെക്കൻഡറി കെയർ എന്തായിരിക്കും? സെക്കൻഡറി കെയർ എന്തായിരിക്കും അപ്പോ? കേട്ടിട്ടില്ലേ? സെക്കൻഡറി കെയർ തീവ്ര പരിചരണമാണോ? അല്ല, തീവ്ര പരിചരണം അല്ല. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടോ? ആതിര ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ദ്വിതീയ പരിചരണം. ഓക്കെ, വെരി ഗുഡ്. ദ്വിതീയ പരിചരണം എന്നാണ് കേട്ടോ മീനിങ് വരിക. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് സെക്കൻഡറി കെയർ അഥവാ ദ്വിതീയ പരിചരണത്തിൽ പറയുന്നത് കേട്ടോ. These are hospitals that offer medical care which is one level higher than primary care. Such hospitals will offer treatment such as general surgery, non-complex specialty surgeries, basic intensive and clinical procedures, cesarean delivery, etc. In government system, community health center (CHC) and divisional and district hospitals are considered as secondary care level hospitals. Secondary care hospitals are better resourced than primary hospitals and can handle a large number of emergency cases. Most of the small and mid-sized private hospitals described in earlier section generally offer secondary care. Okay.
ഏകദേശം ഒരു ധാരണ കിട്ടിയോ എന്താണെന്ന്? വല്ല മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഈ സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അവിടെ നമുക്ക് കിട്ടുന്ന മെഡിക്കൽ കെയർ എന്ന് പറയുന്നത് പ്രൈമറി കെയറിനേക്കാളും കുറച്ചും കൂടി ലെവല് കൂടിയതാണ്, ഹയർ ലെവലിലുള്ളതാണ് കേട്ടോ. സെക്കൻഡറി കെയർ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന കെയർ അഥവാ പരിചരണം പ്രൈമറി കെയർ സെന്ററിനേക്കാളും അല്ലെങ്കിൽ പ്രൈമറി കെയർ ഹോസ്പിറ്റലിനേക്കാളും കുറച്ചും കൂടി ലെവല് കൂടിയിട്ടുള്ള കെയർ ആണ്. ഓക്കെ, ഇനി ചില എന്താ പറയാ ഒരു ചില ഹോസ്പിറ്റലുകളിൽ, ചില സെക്കൻഡറി കെയർ ഹോസ്പിറ്റലുകളിൽ നമുക്ക് ചെന്ന് കഴിഞ്ഞാല് അവിടെ ജനറൽ സർജറിക്കുള്ള ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നോൺ കോംപ്ലക്സ് സ്പെഷ്യാലിറ്റി സർജറീസ്, അത്ര തീവ്രമല്ലാത്ത സ്പെഷ്യാലിറ്റി സർജറീസ് ഉണ്ടല്ലോ, അത്ര കോംപ്ലക്സ് അല്ലാത്ത സ്പെഷ്യാലിറ്റി സർജറീസ് ഉണ്ട്. അത് എവിടെ ചെയ്യുന്നതായിട്ട് കാണാം? ഈ ഒരു സെക്കൻഡറി കെയർ ഹോസ്പിറ്റലിൽ ചെയ്യുന്നതായിട്ട് കാണാം. പിന്നെ അതുപോലെ തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള ഇന്റൻസീവ് കെയർ അതായത് ബേസിക് ആയിട്ടുള്ള ഇന്റൻസീവ് കെയർ എവിടെ കിട്ടും? സെക്കൻഡറി കെയർ ഹോസ്പിറ്റലിൽ കിട്ടും. പിന്നെ ക്ലിനിക്കൽ പ്രൊസീജിയർ എവിടെ ചെയ്യുന്നതായിട്ട് കാണാം? ഈ ഒരു സെക്കൻഡറി കെയർ ഹോസ്പിറ്റലിൽ ചെയ്യുന്നതായിട്ട് കാണാം. പിന്നെ സിസേറിയനും ചെയ്യും, അതുപോലെ തന്നെ ഡെലിവറിയും അറ്റൻഡ് ചെയ്യും. നമ്മൾ പ്രൈമറി കെയറിൽ കണ്ടത് നോർമൽ ഡെലിവറി മാത്രമാണ് അറ്റൻഡ് ചെയ്യുന്നത് അല്ലെ? പക്ഷെ സെക്കൻഡറി കെയറിലോട്ട് വരുമ്പോൾ അവിടെ സിസേറിയനും അറ്റൻഡ് ചെയ്യുന്നതായിട്ട് കാണാം. ഇനി ഗവൺമെന്റ് സിസ്റ്റത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് അഥവാ CHC ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, PHC പറഞ്ഞിട്ടുണ്ടായിരുന്നു, CHC പറഞ്ഞിട്ടുണ്ടായിരുന്നു. PHC എന്ന് പറയുന്നത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ് അല്ലെ? നിങ്ങളുടെ തൊട്ടടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ് PHC. എന്നാൽ CHC എന്ന് പറയുന്നത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള താലൂക്ക് ഗവൺമെന്റ് ആശുപത്രികൾ. ഓക്കെ, അപ്പൊ CHC എന്ന് പറയുന്നത് എന്താണ്? ഈ സെക്കൻഡറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലിന് എക്സാമ്പിൾ ആണ് CHC. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഡിവിഷണൽ ഹോസ്പിറ്റലുകളും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുകളും. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ നിങ്ങൾക്ക് അറിയാം, എല്ലാ ജില്ലയിലും എന്തുണ്ട്? ജില്ലാ ആശുപത്രികൾ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ? ആണോ? നിങ്ങളുടെ ജില്ലയിലില്ലേ ഒരു ജില്ലാ ആശുപത്രി? ഉണ്ടോ? ഉണ്ട്, എല്ലാ ജില്ലയിലും ഉണ്ട്. 14 ജില്ലയുണ്ട്. 14 ജില്ലകളിലുമായിട്ട് 14 ജില്ലാ ആശുപത്രികൾ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ? ഓക്കെ, അപ്പോ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ അഥവാ ജില്ലാ ആശുപത്രികള് സെക്കൻഡറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലുകൾക്ക് ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഡിവിഷണൽ ഹോസ്പിറ്റലുകൾ ഉണ്ട്. ഈ ഡിവിഷണൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് CHCയേക്കാൾ കുറച്ചും കൂടി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലുകളും അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിനേക്കാളും കുറച്ചും കൂടി കെയർ കുറവ് കിടക്കുന്ന ഹോസ്പിറ്റലുകളെയാണ് ഡിവിഷണൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് CHCനേക്കാളും കുറച്ചും കൂടി സൗകര്യങ്ങൾ എവിടെയുണ്ട്? ഡിവിഷണൽ ഹോസ്പിറ്റലിൽ ഉണ്ട്. പക്ഷെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിന്റെ അത്ര സൗകര്യങ്ങൾ ഇല്ലാതാനും. അപ്പൊ രണ്ടിന്റെയും നടുവിലായിട്ട് നിൽക്കുന്നതാണ് എന്ത്? ഡിവിഷണൽ ഹോസ്പിറ്റൽ. ഓക്കെ, അപ്പൊ ഇത്തരത്തില് CHCയും ഡിവിഷണലും അതുപോലെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലും ഒക്കെയാണ് സെക്കൻഡറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലുകൾക്ക് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? പിന്നെ അതുപോലെ തന്നെ അടുത്ത പോയിന്റിൽ പറയുന്നുണ്ട്, സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് പ്രൈമറി ഹോസ്പിറ്റലിനേക്കാളും കുറച്ചും കൂടി റിസോഴ്സ് കൂടിയിട്ടുള്ള ഹോസ്പിറ്റലുകളാണ്. അതായത് ധാരാളം എക്യുപ്മെന്റുകളൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ
ധാരാളം എമർജൻസി കേസസ് എവിടെ കൈകാര്യം ചെയ്യും? സെക്കൻഡറി കെയർ ഹോസ്പിറ്റലിൽ കൈകാര്യം ചെയ്യുന്നതായിട്ട് കാണാം. പിന്നെ കൂടുതലും അതായത് നമ്മുടെ ഏർലിയർ സെക്ഷൻ, അതായത് പണ്ട് കാലത്തൊക്കെ സ്മോൾ ആൻഡ് മിഡ് സൈസ്ഡ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് ഇത്തരത്തില് സെക്കൻഡറി കെയർ കൊടുത്തിരുന്ന ഹോസ്പിറ്റലുകൾക്ക് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡറി കെയറുമായി ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് ടെർഷ്യറി കെയറിലോട്ട് പോവാം. ടെർഷ്യറി കെയർ പറയട്ടെ. അതെല്ലാവരും വായിച്ചായിരുന്നോ? ടെർഷ്യറി കെയറിന്റെ മലയാളം എന്താ, മീനിങ് എന്താ? വെരി ഗുഡ്. തൃതീയ പരിചരണം. ടെർഷ്യറി കെയർ ഞാൻ വായിക്കാം. These are hospitals with the most advanced level of care. They offer super specialty care which is required in the field of cardiac, neuro, nephro, cancer, etc. Tertiary care hospitals will have most advanced equipment and doctors' level of qualification and expertise. The operation theatre and ICU of such hospitals will typically be state-of-art government system. The medical college hospitals are a tertiary care level. Okay. അപ്പോ നമുക്കറിയാം ഇത് ഫൈനൽ ആണ് അല്ലെ, ഏറ്റവും ലാസ്റ്റത്തെ ഒരു ഇതാണ് ഹോസ്പിറ്റലുകളുടെ ടെർഷ്യറി കെയർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഊഹിക്കാം ഇവിടെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവൽ ഓഫ് കെയർ ആണ് രോഗികൾക്ക് നൽകുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൾട്ടി സ്പെഷ്യാലിറ്റിയും സൂപ്പർ സ്പെഷ്യാലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോ ഈ ടെർഷ്യറി കെയർ ഹോസ്പിറ്റലിലാണ് രോഗികൾക്ക് എന്ത് കൊടുക്കുക? സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസും മൾട്ടി സ്പെഷ്യാലിറ്റി സർവീസും കൊടുക്കുക. അപ്പൊ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് കാർഡിയാക് വിഭാഗം ഉണ്ടാകും ഈ ഒരു ഹോസ്പിറ്റലില്, ന്യൂറോ വിഭാഗം ഉണ്ടാകും, നെഫ്രോ ഉണ്ടാവും, ഓങ്കോളജി ക്യാൻസറുമായി ബന്ധപ്പെട്ട് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നുണ്ടാകും അല്ലെ. അപ്പോ ഈ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റുകൾ എവിടെ ഉണ്ടാകും? ഈ ഹോസ്പിറ്റലിൽ ഉണ്ടാകും. വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്തിട്ടുള്ള ഉപകരണങ്ങള് ഈ ടെർഷ്യറി കെയർ ഹോസ്പിറ്റലാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ വളരെയധികം ക്വാളിഫൈഡ് ആയിട്ടും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുമുള്ള ഡോക്ടേഴ്സ് ഈ ഹോസ്പിറ്റലാണ് ഉണ്ടാവുക. നമ്മൾ ചില ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് കഴിഞ്ഞാല് ഡോക്ടേഴ്സിന്റെ ബോർഡിൽ നോക്കിയാൽ മതി അല്ലെ, അവരുടെ പേരിനോടൊപ്പം MBBS, MD അത് ഇത് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ട് ഏതെങ്കിലും വിദേശ രാജ്യത്തിന്റെ പേര് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ടോ? അപ്പോ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങി വന്നിട്ടുള്ള ഡോക്ടേഴ്സ് സേവനത്തിൽ ഇരിക്കുന്ന ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അത് ടെർഷ്യറി കെയർ ഹോസ്പിറ്റലുകളാണ്. ഓക്കെ. അപ്പോ വിദേശ രാജ്യത്ത് നിന്നും ഇറക്കുമതി ചെയ്തിട്ടുള്ള ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഉപകരണങ്ങൾ കൂടാതെ അവിടെ നിന്നും പഠിച്ച് അവിടെ വർക്ക് ചെയ്തിട്ടുള്ള ഡോക്ടേഴ്സും എവിടെ സേവനം അനുഷ്ഠിക്കാം? ഈ ടെർഷ്യറി കെയർ ഹോസ്പിറ്റലില് സർവീസ് ചെയ്യാം അല്ലെ. പിന്നെ അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്, ഒരു ICU, ഇതൊക്കെ അതായത് ഓപ്പറേഷൻ തിയേറ്റേഴ്സും ICU ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. പക്ഷെ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് ആർട്ട് ഗവൺമെന്റ് സിസ്റ്റം ആണ്. അതായത് അത്യാധുനിക നൂതന സാങ്കേതിക വിദ്യയോടെ പ്രവർത്തിക്കുന്നത്. ദാറ്റ് ഈസ് സ്റ്റേറ്റ് ഓഫ് ആർട്ട് ഗവൺമെന്റ് സിസ്റ്റം. ഓക്കെ. അത്യാധുനിക നൂതന സാങ്കേതിക വിദ്യയോടെ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങള് എവിടെ കാണാം? ഈ ഓപ്പറേഷൻ തിയേറ്ററിലും ICUയിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ നമ്മള് ഇപ്പോ ഈ രണ്ട് കാര്യങ്ങളും പറഞ്ഞത് ഗവൺമെന്റ് സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെ. അപ്പൊ മെഡിക്കൽ കോളേജുകളാണ് ടെർഷ്യറി കെയർ നൽകുന്ന ഹോസ്പിറ്റലുകൾക്ക് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അതെങ്ങനെയാ അങ്ങനെ വരുന്നത്? എന്തിനാണ് മെഡിക്കൽ കോളേജിനെ എടുത്തു പറയാനായിട്ട് കാരണം?
മെഡിക്കൽ കോളേജിന് എന്തുകൊണ്ടാണ് എടുത്ത് പറയുന്നേ? നല്ല പിടിയുണ്ടോ എന്തുകൊണ്ടാണെന്ന്? ടെർഷറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലുകൾക്ക് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് മെഡിക്കൽ കോളേജ്. ഫുൾ ഫെസിലിറ്റി ഉണ്ടല്ലേ. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോ ആക്സിഡന്റ് പറ്റി ഒരു രോഗിയെ തൊട്ടടുത്തിട്ടുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് വിചാരിക്കുക. അപ്പൊ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് എല്ലാ തരത്തിലുള്ള സേവനങ്ങളും ഫെസിലിറ്റീസ് ഒക്കെ അവൈലബിൾ ആണ്. പക്ഷെ സാധാരണക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, താങ്ങാൻ പറ്റുന്നതിലധികം തുക എമൗണ്ട് അവിടെ എന്ത് ചെയ്യേണ്ടി വരും, കെട്ടിവെക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ ചിലപ്പോ കൂടുതൽ ദിവസം കിടക്കുമ്പോ കൂടുതൽ പൈസ അവിടെ നമ്മൾ കെട്ടിവെക്കേണ്ടി വരും. അപ്പോ വേറൊരു ഓപ്ഷൻ ആണ് ഈ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. നമ്മൾ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന അല്ലെങ്കിൽ നൽകുന്ന അതേ സേവനങ്ങളും അതേ ക്വാളിഫിക്കേഷനോട് കൂടിയിട്ടുള്ള ഡോക്ടേഴ്സും എവിടെ അവൈലബിൾ ആണ്? മെഡിക്കൽ കോളേജുകളിലും അവൈലബിൾ ആണ്. അവിടെ ചെന്ന് കഴിഞ്ഞാല് നമുക്ക് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും കിട്ടും അല്ലെ. ഇത് ഗവൺമെന്റ് ആണ് അല്ലെ, ഫ്രീ ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത്. അതുപോലെ ചില ടെസ്റ്റുകൾക്കും മറ്റൊക്കെ നമുക്ക് എന്ത് കൊടുത്താൽ മതി, വളരെ കുറഞ്ഞ ചെലവ് അല്ലെങ്കിൽ വളരെ കുറവ് പൈസ മാത്രം നമ്മൾ ചെലവാക്കിയാൽ മതി. ഓക്കെ, അപ്പോ നമ്മുടെ വലിയ വലിയ പ്രൈവറ്റ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളോട് കിടപിടിക്കാവുന്ന രീതിയിലുള്ളതാണ് നമ്മുടെ ഇന്നത്തെ കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ടെർഷറി കെയറിന് എക്സാമ്പിൾ ആയിട്ട് മെഡിക്കൽ കോളേജ് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് നിങ്ങൾ റീഡ് ചെയ്തോളൂ കേട്ടോ. ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ്. കഴിഞ്ഞോ? അപ്പൊ ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ് എന്ന് പറഞ്ഞാൽ രോഗികൾക്ക് കൊടുക്കുന്ന ചികിത്സയുടെ അടിസ്ഥാനത്തിലാണ് കേട്ടോ. ഓക്കെ, രോഗികൾക്ക് കൊടുക്കുന്ന ചികിത്സയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഹോസ്പിറ്റലുകളെ തരംതിരിക്കാം. Hospitals can also be classified on the basis of clinical specialty they offer.
For example, hospitals which offer cardiac care are classified as cardiac hospitals. Which provide cancer care are classified as onco hospital. A hospital can offer one or more specialty, namely single specialty or multi-specialty hospital. Also, depending upon the specialty that a hospital offers, the type of resources and its organization is determined. For example, in cardiac hospital, we will need cath lab and a cardiac ICU, while an onco hospital will require radiation therapy unit. Okay. അപ്പൊ ഞാൻ പറഞ്ഞു ചികിത്സകളുടെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നതാണ് കാർഡിയാക് കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലുകളെ നമുക്ക് കാർഡിയാക് ഹോസ്പിറ്റൽ എന്നും ക്യാൻസർ കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലുകളെ നമുക്ക് ഓങ്കോ ഹോസ്പിറ്റൽ എന്നും വിളിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റല് ഒന്നല്ലെങ്കിൽ പലതരത്തിലുള്ള സ്പെഷ്യാലിറ്റി സർവീസുകൾ നൽകുന്നുണ്ടെങ്കിൽ ഒരു സർവീസ് ആണ് നൽകുന്നതെങ്കിൽ അതിനെ സിംഗിൾ സ്പെഷ്യാലിറ്റി എന്ന് വിളിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സൂപ്പർ സ്പെഷ്യാലിറ്റി പോലെ തന്നെ. അതായത് ഒഫ്താൽമോളജിയുമായി ബന്ധപ്പെട്ടിട്ട് മാത്രമാണ് ഒരു ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് സിംഗിൾ സ്പെഷ്യാലിറ്റി എന്ന് വിളിക്കാം. കാരണം അവിടെ ഒരു സർവീസ് മാത്രമാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പലതരത്തിലുള്ള സർവീസ് കൊടുക്കുന്ന ഹോസ്പിറ്റലുകളെ നമുക്ക് മൾട്ടി സ്പെഷ്യാലിറ്റി എന്ന് വിളിക്കാം. ഓക്കെ. അപ്പൊ എന്ത് സർവീസ് ആണോ കൊടുക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെയുള്ള ഉപകരണങ്ങളും മറ്റും വരുന്നത്. ഇപ്പോ ഒഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ കണ്ണാശുപത്രി എന്ന് പറയുന്ന ആശുപത്രിയിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ആയിരിക്കില്ല ചിലപ്പോ ഒരു ഓർത്തോപീഡിക്കുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽ ഉപയോഗിക്കുന്നത്. കൊടുക്കുന്ന ചികിത്സ എന്താണോ അതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെയുള്ള എക്യുപ്മെന്റ്സ് എന്ത് ചെയ്യുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. കാർഡിയാക് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ ഒരു കാത്ത് ലാബും കാർഡിയാക് ഐസിയും ആവശ്യമാണ്. എന്നാൽ ഓങ്കോ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ അവിടെ ഒരു റേഡിയേഷൻ തെറാപ്പി യൂണിറ്റ് ആണ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോ കൊടുക്കുന്ന ചികിത്സയുടെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത് അവിടെയുള്ള എക്യുപ്മെന്റുകളും മറ്റുമൊക്കെ എന്ത് ചെയ്യുന്നത് രൂപകൽപ്പന ചെയ്യുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? ഇനി നെക്സ്റ്റ് വായിച്ചോളൂ കേട്ടോ. ഓണർഷിപ്പ്. ഓണർഷിപ്പിൽ ആ 2 പോയിന്റുകൾ വായിച്ചോളൂ കേട്ടോ. ഓക്കെ. ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഓണർഷിപ്പ് എന്താ മലയാളം മീനിങ് എന്താ? ഉടമസ്ഥാവകാശം കേട്ടോ. ഉടമസ്ഥാവകാശമാണ് കേട്ടോ ഓണർഷിപ്പ്.
ഓക്കെ. അപ്പോ ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പിന്റെ അടിസ്ഥാനത്തില് ഹോസ്പിറ്റൽ ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഫോളോസ്. ഹോസ്പിറ്റലുകളെ നമുക്ക് താഴെ പറയുന്ന രീതിയിൽ തരംതിരിക്കാവുന്നതാണ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാല് പബ്ലിക് ഹോസ്പിറ്റലാണ്. പബ്ലിക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക് എന്താ പബ്ലിക് ഹോസ്പിറ്റല്? ഗവൺമെന്റ് അല്ലേ? ഹോസ്പിറ്റൽ ഓൺഡ് ബൈ ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള അല്ലെങ്കിൽ ഗവൺമെന്റിന് അവകാശമുള്ള ഹോസ്പിറ്റലുകളെയാണ് പബ്ലിക് ഹോസ്പിറ്റലുകൾ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ ഓണർ ആയിരിക്കുന്നത് ആരാണ്? ഗവൺമെന്റ് ആണ്. അപ്പോ അത് 4 രീതിയിലാണ് ഉള്ളത്. പബ്ലിക് ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് പല രീതിയിലുള്ള കാറ്റഗറി കാണാനായിട്ട് പറ്റും. അതിനകത്ത് ആദ്യത്തേതാണ് സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ. സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്താണെന്ന് നോക്കാം. ഹോസ്പിറ്റൽ മാനേജ്ഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് such as എയിംസ്, PGI, etc. സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഹോസ്പിറ്റല് മാനേജ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഹോസ്പിറ്റലുകളെയാണ് സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോ അതിന് എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട് എയിംസ് ഉണ്ട്. എയിംസ് എന്താണ്? എയിംസ് കേട്ടിട്ടുണ്ടോ? ഒന്ന് ഫുൾ ഫോം പറയാമോ ആരെങ്കിലും? എയിംസ് സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് കേട്ടോ. ഫുൾ ഫോം എന്താ? വെരി ഗുഡ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എഴുതി വെക്കൂട്ടോ. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, എയിംസ്. ഓക്കെ, ദെൻ അടുത്തൊരു സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉദാഹരണമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉദാഹരണമാണ് PGI, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. രണ്ടും എഴുതിയോ? ഓക്കെ, ഇനി രണ്ടാമത്തേതാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ. Those managed by state government such as district hospital. അപ്പൊ നമുക്കറിയാം സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള അവരുടെ കൺട്രോളിലുള്ള ഹോസ്പിറ്റലുകളെയാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, ജില്ലാ ആശുപത്രികള്. ഓക്കെ, അതായത് നമ്മളിപ്പോ കേരളത്തിലാണ് അല്ലെ? അപ്പൊ നമ്മുടെ കേരള സംസ്ഥാന സർക്കാരിന്റെ അണ്ടറിലുള്ള ഹോസ്പിറ്റലുകളാണ് ഇത് ജില്ലാ ആശുപത്രികൾ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് മുനിസിപ്പൽ ഹോസ്പിറ്റൽ ആണ് കേട്ടോ. മുനിസിപ്പൽ ഹോസ്പിറ്റൽ ദോസ് മാനേജ്ഡ് ബൈ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ. അതായത് ജില്ലാ ഭരണകൂടം കൺട്രോൾ ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യുന്ന ഹോസ്പിറ്റലുകളെയാണ് മുനിസിപ്പൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് മുനിസിപ്പൽ ഹോസ്പിറ്റൽ എക്സാമ്പിൾ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ ജില്ലാ ഭരണകൂടമാണ് എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുന്നത്. തന്നെ അടുത്തത് PSU ഹോസ്പിറ്റലാണ്. PSU മീൻസ് പബ്ലിക് സെക്ടർ യൂണിറ്റ്. പബ്ലിക് സെക്ടർ യൂണിറ്റ് എഴുതിക്കോളൂ കേട്ടോ.
അപ്പൊ PSU ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ദോസ് മാനേജ്ഡ് ബൈ സ്പെസിഫിക് PSU ലൈക്ക് റെയിൽവേ, കോൾ ഇന്ത്യ ലിമിറ്റഡ് എക്സെട്ര. അതായത് നമ്മുടെ റെയിൽവേ പോലുള്ള, കോൾ ഇന്ത്യ പോലുള്ള സ്ഥാപനങ്ങളുടെ അണ്ടറിൽ വരുന്ന ഹോസ്പിറ്റലുകളാണിത് PSU ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടില്ലേ റെയിൽവേ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് റെയിൽവേയുടെ അണ്ടറിൽ വരുന്നത്? കേട്ടിട്ടുണ്ടോ റെയിൽവേ ഹോസ്പിറ്റല്? അതുപോലെ തന്നെ കോൾ ഇന്ത്യ ഉണ്ട്. കോൾ ഇന്ത്യക്കും അവരുടെ അണ്ടറിലെ ഹോസ്പിറ്റലുകൾ ഉണ്ട്. അപ്പൊ ഇത്തരത്തില് ഏതെങ്കിലും ഒരു സ്ഥാപനം, അതായത് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിന്റെ അണ്ടറിൽ വരുന്ന ഹോസ്പിറ്റലുകളെയാണ്, ഇപ്പൊ നമുക്കറിയാം റെയിൽവേ ആയാലും കോൾ ഇന്ത്യ ആയാലും ഗവൺമെന്റിന്റെ അധീനതയിലുള്ള സ്ഥാപനങ്ങളാണ് അല്ലെ. അപ്പൊ അവരുടെ അണ്ടറിൽ ഹോസ്പിറ്റലുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് PSU ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ഡൗട്ടും ഇല്ല, എല്ലാം മനസ്സിലായി? എല്ലാവർക്കും എല്ലാം മനസ്സിലായോ? നോക്കിക്കോളൂ കേട്ടോ. എന്നെടുത്തതില് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഫാമിലി ഹെൽത്ത് സെന്റർ PHCയുടെ അണ്ടറിൽ വരുന്നതാണ് കേട്ടോ. PHC ടെർഷറി കെയർ എന്ന് പറഞ്ഞാല് തൃതീയ പരിചരണമാണ്. അതായത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കെയറിനെയാണ് ടെർഷറി കെയർ എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് അവിടെ കുറേയധികം എക്യുപ്മെന്റുകൾ കാണാൻ സാധിക്കും. അതായത് മറ്റു രണ്ട് വിഭാഗങ്ങളെ അപേക്ഷിച്ച് കൂടുതലായിട്ടുള്ള എക്യുപ്മെന്റുകൾ, കൂടുതലായിട്ടുള്ള ഡോക്ടേഴ്സ്, പിന്നെ കൂടുതൽ സൗകര്യങ്ങള്, ഇതൊക്കെ നമുക്ക് ടെർഷറി കെയർ ഹോസ്പിറ്റലിൽ നിന്നാണ് കിട്ടുക. ഏറ്റവും നമ്മള് എന്താ പറയാ, എന്തെങ്കിലും ഒരു അസുഖവുമായി ബന്ധപ്പെട്ട് നമുക്ക് റിക്കവർ ആയില്ലെങ്കിൽ ഏറ്റവും ഫൈനലി നമ്മൾ ടെർഷറി കെയർ ഹോസ്പിറ്റലിലേക്കാണ് നമ്മൾ റെഫർ ചെയ്യുന്നത്. അവിടെയാണ് നമുക്ക് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും മറ്റും കിട്ടുന്നത്. ഓക്കെ, ഡൗട്ടൊന്നുമില്ല, എല്ലാവർക്കും ഓക്കെയാണ്? ഓക്കെ, അപ്പോ എല്ലാവരും ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ചികിത്സയുടെ അടിസ്ഥാനത്തില് ഹോസ്പിറ്റലുകളെ തിരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. നമ്മൾ നൽകുന്ന ചികിത്സയുടെ അടിസ്ഥാനത്തില്, ഫോർ എക്സാമ്പിൾ കാർഡിയാക് കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലുകളെ കാർഡിയാക് ഹോസ്പിറ്റൽ എന്നും,
ക്യാൻസർ കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലുകളെ ക്യാൻസർ ഓങ്കോ ഹോസ്പിറ്റൽ എന്നും തിരിക്കാം. പിന്നെ ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പലതരത്തിലുള്ള സർവീസസ് അവൈലബിൾ ആണ്. അപ്പൊ എന്ത് കെയർ ആണോ കൊടുക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഉപകരണങ്ങളായിരിക്കും ആ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ കാർഡിയാക് ഹോസ്പിറ്റൽ ആണെങ്കിൽ ഒരു കാത്ത് ലാബും കാർഡിയാക് ഐസിയും ഉണ്ടാവും. ഓങ്കോ ഹോസ്പിറ്റൽ ആണെങ്കിൽ ഒരു റേഡിയേഷൻ തെറാപ്പി യൂണിറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ബുധനാഴ്ച കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you.